ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ബി.ജെ.പിയുടെ രാപ്പകൽ സെക്രട്ടേറിയറ്റ് ധർണയും ഉപരോധവും ആരംഭിച്ചു. വിവിധ ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകർ പ്രതിഷേധത്തിലുണ്ട്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേർന്ന് സെക്രട്ടറി മുന്നിൽ നടക്കുന്ന ധർണ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ ലീഡ് ചെയ്യുന്ന ധർണയാണ് ഇപ്പോൾ നടക്കുന്നത്. തത്സമയം ചേരുന്നു അലക്സ് റാം മുഹമ്മദ്. അലക്സ്, ശരിക്കും ബി.ജെ.പി ഒരു സംഘബലം അവിടെ കാര്യമായി കാണിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. തിരുവനന്തപുരത്ത് അതിശക്തമായ മഴ പെയ്യുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബി.ജെ.പി പ്രവർത്തകരുടെ ഉപരോധം, അവരുടെ സെക്രട്ടേറിയറ്റ് വളയിലും രാപ്പകൽ സമരവും ആരംഭിച്ചിരിക്കുന്നു. 7:30 മണിയോടുകൂടി പ്രവർത്തകർ ഇവിടേക്ക് എത്തിയതാണ്. നമ്മുടെ ദൃശ്യങ്ങളിലുള്ളത് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ പി.കെ. കൃഷ്ണദാസ്, കുമ്മനം രാജശേഖരൻ, ജനറൽ സെക്രട്ടറിമാരായ അനൂപ് ആന്റണി, ഒപ്പം എസ്. സുരേഷ്, ശോഭ സുരേന്ദ്രൻ, മഹിളാ മോർച്ച നേതാവ് നവ്യ ഹരിദാസ്, യുവമോർച്ച നേതാവ് മനുപ്രസാദ്, അതുപോലെ ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർ, ബി ഗോപാലകൃഷ്ണൻ തുടങ്ങി നിരവധി നേതാക്കൾ ഈ സമരത്തിന് ഇപ്പോൾ തന്നെ നേതൃത്വം നൽകുന്നുണ്ട്. വിവിധ ജില്ലകൾ, അതായത് തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകൾക്ക് സമയം ക്രമീകരിച്ച് നൽകിയിട്ടുണ്ട്. ആ സമയത്ത് അവർ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന്റെ ഭാഗമാകണം, ഈ സെക്രട്ടേറിയറ്റ് വളയലിന്റെ ഭാഗമാകണം എന്നുള്ളതാണ് പാർട്ടി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ട ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പലയിടങ്ങളിലായുണ്ട്. 3 ഗേറ്റുകളാണ് പ്രവർത്തകർ ഉപരോധിക്കുന്നത്. അതായത് കന്റോൺമെന്റ് ഗേറ്റ് ഒഴികെയുള്ള 3 ഗേറ്റും പ്രവർത്തകർ ഉപരോധിക്കും. സെക്രട്ടേറിയറ്റ് വളയും എന്നുള്ളതാണ് ഈ സമരത്തിന്റെ പ്രത്യേകത. ഇപ്പോൾ ഈ കാണുന്നത് സമര ഗേറ്റാണ്. സമര ഗേറ്റിന് മുന്നിലാണ് ബി.ജെ.പി നേതാക്കളടക്കമുള്ള പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത്. അവർ ശബരിമലയിൽ ശരണമയ്യപ്പ തുടങ്ങി നാമജപമടക്കം നടത്തുന്നുണ്ട്. ആ തരത്തിൽ മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്. ഏതാണ്ട് 7:45 ശക്തമായ മഴ ഈ മേഖലയിൽ തുടങ്ങി. ചില പ്രവർത്തകർ ഓടി മാറി അപ്പുറത്ത് കടകളിലേക്കും മറ്റുമൊക്കെ കയറി നിൽക്കുന്നത് കാണാം. അത്തരത്തിൽ കനത്ത മഴ ഇന്നും നാളെയുമൊക്കെ തുടരും എന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. എങ്ങനെ ഈ രാപ്പകൽ സമരം, ഈ പ്രവർത്തകർ ഇങ്ങനെ ഈ നാളെ ഈ സമരം തീരുന്ന ഉച്ചവരെ ഇങ്ങനെ മഴ നനഞ്ഞിരിക്കുമോ എന്നുള്ള കാര്യമൊക്കെ സംശയമാണ്. എന്താണെങ്കിലും പ്രവർത്തകർ ഇപ്പോൾ മഴ നനയുന്നുണ്ട്. മണിക്കൂറുകളായി, അതായത് നേരത്തെ തുടങ്ങി മിനിറ്റുകളായി അവർ മഴ നനയുന്നുണ്ട്. നേതാക്കളടക്കമുണ്ട്. ഉദ്ഘാടനത്തിലേക്ക് കടന്നിട്ടില്ല. ഉദ്ഘാടനം ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം നിർവഹിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അല്പസമയത്ത് ഉദ്ഘാടനത്തിലേക്ക് കടക്കും. പ്രധാനമായി അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, അത് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ രാജിവെക്കുകയും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ രാജിവെക്കുക, ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം ബി.ജെ.പി മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം, കഴിഞ്ഞ 30 വർഷമായി ദേവസ്വം ബോർഡിൽ നടക്കുന്ന ഇടപാടുകൾ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കുക എന്നൊരാവശ്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം സംസ്ഥാനത്തെ ദേവസ്വം ബോർഡുകളിൽ അടിയന്തരമായി CAG ഓഡിറ്റ് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ബി.ജെ.പി മുന്നോട്ട് വെക്കുന്നത്. ഈ സമരം നേരത്തെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി ആരംഭിച്ച സമരങ്ങളുടെ തുടർച്ചയാണിത്. നേരത്തെ ക്ലിഫ് ഹൗസിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് ബി.ജെ.പിയുടെ മാർച്ച് ഉണ്ടായിരുന്നു. അതിനുശേഷം മഹിളാ മോർച്ചയും യുവമോർച്ചയും ഒക്കെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. അതിനുശേഷമാണ് സെക്രട്ടേറിയറ്റ് വളയാൻ ബി.ജെ.പി തീരുമാനിക്കുന്നതും ഈ മഴ ദിവസം പോലും അതിനായി തിരഞ്ഞെടുക്കുന്നതും ശക്തമായ സമരം അവർ ഉയർത്തുന്നതും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിശ്ചയിക്കപ്പെട്ട ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഇവിടേക്ക് എത്തുന്നത്. അവർക്ക് സമയം നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. ആ സമയത്ത് അവർ ഇവിടേക്ക് വന്ന് തങ്ങളുടെ ചുമതല നിർവഹിക്കുമെന്നുള്ളതാണ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ പന്തലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഒരുക്കിയിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ മഴ മുഴുവൻ അവർ നനയേണ്ടി വരും. ഇപ്പോൾ പ്രത്യേകം വാഹനത്തിൽ തയ്യാറാക്കിയ ഒരു സ്റ്റേജ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ സ്റ്റേജിൽ തന്നെ ഉദ്ഘാടനം നടക്കും എന്നുള്ളത് പ്രതീക്ഷിക്കാം. നാളെ സെക്രട്ടേറിയറ്റിന്റെ പ്രവൃത്തി ദിവസമാണ്. സ്വാഭാവികമായി ജീവനക്കാർ എത്തുന്നൊരു ദിവസം കൂടിയാണ് നാളെ. അങ്ങനെയെങ്കിൽ അതേത് വിധമാണ് ബാധിക്കുക എന്നുള്ളത് കണ്ടറിയണം. കായികമേള നടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ കായികമേള നടക്കുന്നുണ്ട്. അതിനെ സമരവുമായി എങ്ങനെ ബാധിക്കും എന്നുള്ളത് കണ്ടറിയാം. അത് നാളെ പകൽ കണ്ടറിയണം. എന്നാണെങ്കിലും ഗതാഗത നിയന്ത്രണം ഈ സമരം ആരംഭിച്ച് കഴിയുന്നത് വരെ നഗരത്തിനുള്ളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ക്രമീകരണം ഗതാഗതവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ശക്തമായ മഴ തുടരുന്നു. പ്രവർത്തകർ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം. തൊട്ടപ്പുറത്ത് കടകളിലേക്കൊക്കെ പ്രവർത്തകർ മാറി നിൽക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവർ നേരത്തെ മഴ ആരംഭിച്ചപ്പോൾ തന്നെ ഇവിടെ നിന്ന് നനയുന്നത് മുന്നിൽ കണ്ടവർ അങ്ങോട്ടേക്ക് കടകളിലേക്ക് ഓടിക്കയറിയ പ്രവർത്തകരാണ്. ആ തരത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ ഈ വന്ന പ്രവർത്തകർ 10 മണിയോ 11 മണിയോടുകൂടി അവരുടെ ചുമതല മാറും. അതിനുശേഷം അടുത്ത ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ ഇവിടേക്ക് എത്തും. ഈ സമരത്തിന്റെ ഭാഗമാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ശക്തമായ സമരം ബി.ജെ.പി ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. നേരത്തെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്
കോൺഗ്രസ് ഈ സമരം ഹൈജാക്ക് ചെയ്തു എന്ന വിമർശനം BJPക്കുള്ളിൽ ശക്തമായിരുന്നു. ആ തരത്തിലെ വിമർശനം പാർട്ടി ഭാരവാഹി യോഗത്തിൽ തന്നെ നേതാക്കൾ ഉയർത്തുകയും ചെയ്തു. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങൾ, ആ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയതും തല്ലുകൊണ്ടതും ജയിലിൽ കടന്നതും BJP ആണെങ്കിൽ പോലും അതിന്റെ നേട്ടം കൊണ്ടത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആയിരുന്നു എന്ന ശക്തമായ വികാരം പാർട്ടിക്കുള്ളിലുണ്ട്. അതിനാൽ തന്നെ ഈ സമരം ഏറ്റെടുക്കുന്നതിൽ വൈകിയെന്ന ആരോപണം പാർട്ടിക്കുള്ളിലുണ്ട്. അതെല്ലാം ഒരു വിധത്തിൽ നോർമലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെല്ലാം അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.